ദൈവകൃപയുടെ ആ സന്തോഷം അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ അവസരവും ഭാഗ്യവും തന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ നമ്മുടെ മധ്യത്തിൽ അയക്കുവാനുള്ള ദൈവിക ശബ്ദത്തെ തടസ്സങ്ങളെ തകർത്തുകൊണ്ട് നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് നമ്മോട് കൃപ തോന്നട്ടെ. ഇന്ന് ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലായി ഈ കൂട്ടായ്മ ലഭിച്ച അവസരം ഉപയോഗിച്ച് അനുഭവിക്കുന്ന ഈ സന്ദേശത്തിലേക്ക് ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ പകർന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും ഇന്ന് കർത്താവിൻ്റെ വചനവും തൻ്റെ ശക്തിയും സ്പർശിക്കും. അവിടുന്ന് നമുക്ക് കൈമാറുവാനുള്ള നിയോഗങ്ങൾ ഇന്ന് കൈമാറും. അവിടുന്ന് നമ്മെ വീണുപോയെടുത്ത് നിന്ന് എഴുന്നേൽപ്പിക്കും. അവിടുന്ന് നമ്മുടെ കയ്യെ ദൈവത്തിൻ്റെ ആയുധമാക്കി മാറ്റും. അവിടുന്ന് ശൂന്യതകളെ പണിത് ആ പട്ടണത്തിൽ, ആ വീട്ടിൽ, ആ ജനത്തിൻ്റെ മധ്യത്തിൽ നമ്മെ ഒരു വിളിയുള്ള, തെരഞ്ഞെടുപ്പുള്ള, അഭിഷേകമുള്ള ഒരു മനുഷ്യനാക്കി പരിശുദ്ധാത്മാവ് നമ്മെ എഴുന്നേൽപ്പിക്കും. ഒരാമേൻ പറയാൻ ധൈര്യമുള്ളവർ മാത്രം പറഞ്ഞു തുടങ്ങട്ടെ. അങ്ങനൊരു വിളി ഗിദെയോൻ്റെ മേൽ വന്നു. ഗിദെയോന് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുന്നതോ ഗിദെയോന് വിശ്വസിക്കുവാൻ കഴിയുന്നതോ ആയ ഒന്നായിരുന്നില്ല ഗിദെയോൻ ഏറ്റെടുത്ത ദൗത്യം. സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയുന്നതോ വിശ്വസിക്കാൻ കഴിയുന്നതോ ആയിരുന്നില്ല ഗിദെയോൻ ഏറ്റെടുത്ത ദൗത്യം. ഏറ്റെടുത്ത ദൗത്യം എന്ന് പറയുമ്പോൾ അത് ദൈവം ഏൽപ്പിച്ച ദൗത്യമാണ്. ഗിദെയോൻ ആരുടെയും അവകാശം വെട്ടിപ്പിടിച്ചതല്ല. ഗിദെയോൻ ആരോടും ചോദിച്ച് മേടിച്ചതല്ല. ഗിദെയോൻ കാത്തിരുന്നതുമല്ല. ഗിദെയോൻ ആഗ്രഹിച്ചതുമല്ല. പക്ഷേ ഗിദെയോനെ ദൈവം ഏൽപ്പിച്ചതാണ്. ഇന്ന് ഞാൻ ദൈവാത്മനിയോഗത്തോടെ ഈ ഒരാശയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് എൻ്റെ ഉള്ളിലൊരു ഗൈഡൻസ് തരുന്നു. അതൊന്ന് പ്രൊഫറ്റിക്കലായിട്ട് പറയാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ളത്, എന്നാൽ നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയുമോ എന്ന് നിങ്ങൾ കരുതുന്നത്, എനിക്കത് ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ കരുതുന്നത്, നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പോലും കഴിയാത്ത നിലയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ച് ചിലത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നിറകണ്ണോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന ഒരവസരം പരിശുദ്ധാത്മാവ് ക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ്. ഒരുപക്ഷെ പല അവസരങ്ങളും ഇനി നടക്കുമെന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ദൈവം ക്രിയേറ്റ് ചെയ്യുന്ന ഒരവസരം ഇതിനകത്ത് തുറക്കാൻ പോകുന്നു. ദൈവം ക്രിയേറ്റ് ചെയ്യുന്ന ഒരവസരം, ഓ മൈ ഗാഡ്, ദൈവം ക്രിയേറ്റ് ചെയ്യുന്ന ഒരവസരം, പ്രായത്തെ ക്രോസ് ഓവർ ചെയ്യുന്ന ഒരവസരം, സമയങ്ങളെ ക്രോസ് ഓവർ ചെയ്യുന്ന ഒരവസരം, യേശുവിൻ്റെ നാമത്തിൽ ബുദ്ധിയെ ക്രോസ് ഓവർ ചെയ്യുന്ന ഒരവസരം, സ്വപ്നങ്ങളെ ക്രോസ് ഓവർ ചെയ്യുന്ന ഒരവസരം യേശുവിൻ്റെ ആത്മാവ് ഇതിനകത്ത് വിശ്വാസികൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നു. അവസരം കഴിഞ്ഞുപോയി എന്ന്, സമയം കഴിഞ്ഞുപോയി എന്ന്, പ്രായം കടന്നുപോയി എന്ന്, ആമേൻ, സാധ്യതകൾ കടന്നുപോയി എന്നൊക്കെ നമ്മൾ കരുതിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഗിദെയോനെ, നിനക്ക് വേണ്ടി ഒരവസരം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. വെയിറ്റ് ചെയ്യുന്നുവല്ല, ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഞാൻ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. വിളിയുള്ള ചിലതിൻ്റെ മേൽ ഈ വാക്ക് വീഴുകയാണ്. ദൈവവിളിയുള്ള ചിലതിൻ്റെ മേൽ ഈ വാക്ക് വീഴുകയാണ്. നിങ്ങൾ വീട്ടിലിരുന്ന് ശുശ്രൂഷിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം നിന്നെ ഗ്യാലറിയിലോട്ട് ഇറക്കാൻ, ദൈവം നിന്നെ കളത്തിലോട്ട് ഇറക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ ഫീൽഡിലോട്ട് ഇറക്കാൻ പോകുകയാണ്. ഗിദെയോനെ, നീ ഒതുങ്ങിയിരുന്ന സ്ഥാനത്ത് നിന്ന് നിന്നെ 4 പേർ പറയത്തക്ക നിലയിൽ, നിന്നെ ചരിത്രം നന്ദിയോടെ ഓർക്കത്തക്ക നിലയിൽ നിന്നെ ഗ്രൗണ്ടിലോട്ട് ഇറക്കുന്ന ഒരു ടൈം പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കാൻ പോകുകയാണ്. ഗിദെയോനെ കുറിച്ച് പറയാനൊക്കെ
നമുക്ക് 1000 നാവുണ്ടാവും, പക്ഷേ എനിക്ക് പറയാൻ 1-2 കാര്യങ്ങൾ കൂടുതലുണ്ട്. ഒന്ന്, ഗിദെയോൻ നമ്മളെ പോലെ തന്നെ ഒരു സാധാരണ വിശ്വാസമുള്ളൊരു മനുഷ്യൻ. തെറ്റിദ്ധരിക്കരുതേ, സാധാരണ വിശ്വാസം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സാധാരണ വിശ്വാസമുള്ളൊരു മനുഷ്യനായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്, ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ കർത്താവ് ഈ സെക്കൻഡിൽ ഒരു ദൂതനെ അയച്ചോ, ദൈവം നേരിട്ട് ഇറങ്ങി വന്നോ എന്നോട് പറയുകയാണ്, നീ നാളെ മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിക്കുകയും മറ്റൊരു സ്ഥലത്ത് ചെന്ന് ഒരു ദേശത്തിൻ്റെ തന്നെ മുഴുവൻ പൈശാചിക അന്തരീക്ഷത്തെയും ഒരൊറ്റ വിരൽ ചൂണ്ടി നീ കീഴടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇതൊരു പ്രവാചകൻ എന്നോട് പറയുമ്പം ആമേൻ പറഞ്ഞ് ഞാൻ സ്വീകരിക്കും. കർത്താവ് അതെന്നെ കൊണ്ട് ചെയ്യും. പക്ഷെ സാക്ഷാൽ ദൈവം ഇറങ്ങി വന്നോ, ദൂതൻ ഇറങ്ങി വന്നോ എന്നോട് പറഞ്ഞാൽ ഞാനൊരു 1000 അടയാളം ദൂതനോട് ചോദിക്കും. കാരണം ഞാൻ പലതും നോക്കും. കാരണം ശരിയായ സ്പിരിറ്റാണോ എന്നോട് വന്ന് സംസാരിക്കുന്നത്, ഞാൻ ഇത് രാത്രി സ്വപ്നം കാണുന്നതാണോ, ഇങ്ങനെയൊക്കെ പല ദുർസംശയങ്ങൾ എൻ്റെ ഉള്ളിൽ വന്നിട്ട് ഞാനൊരു 1000 ചോദ്യം ചോദിക്കും. ഞാൻ ദൂതനോട് പറയുകയും ചെയ്യും, പോ അവിടെ നിന്ന്, എന്നെ ചുമ്മാ പറ്റിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ദൂതൻ്റെ കുറേ സമയവും ഞാൻ കളയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സാധാരണ മനുഷ്യനായിരുന്നു ഗിദെയോൻ. നല്ലൊരു മനുഷ്യൻ, എന്നാൽ നമ്മളെ പോലെ തന്നെ ഒരുപാട് ദുർബലതകളുള്ള ഒരു മനുഷ്യനായിരുന്നു ഗിദെയോൻ. എൻ്റെ ഒരു വാക്ക് പോലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരു വാക്ക് പോലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദുർബലതകൾ എന്ന് പറയുമ്പോൾ ഗിദെയോന് തന്നെ സാക്ഷാൽ ഗബ്രിയേൽ ദൂതൻ തൻ്റെ അരികിൽ ഇറങ്ങി വന്ന് കൈമാറിയ നിയോഗങ്ങളെ എടുക്കാൻ ഞാനും എൻ്റെ ഗോത്രവും പ്രാപ്തിയുള്ളതല്ല എന്ന് തിരിച്ചു പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലൊരു സാധാരണ വ്യക്തിയായിരുന്നു ഗിദെയോൻ. ആയോധന കലകളിലൊക്കെ അഭ്യാസം ലഭിച്ചിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിലും നമ്മെപ്പോലെയൊക്കെ തന്നെ വിശ്വാസമുള്ള, ദൗർബല്യങ്ങളുള്ള, വിശ്വാസത്തിലും ബലഹീനതയുള്ള ഒരു സാധാരണ മനുഷ്യൻ. ചിലരുടെയൊക്കെ ചിന്ത, ധാരണ, ദൗർബല്യങ്ങളുള്ളവനെ ദൈവത്തിന് വേണ്ടെന്ന, മനസ്സിന് അത്ര ഉറപ്പൊന്നും ഇല്ലാത്തൊരു മനുഷ്യനെ ദൈവത്തിന് വേണ്ടെന്ന. ദൈവം അങ്ങോട്ട് പറയും, തൊണ്ട തൊടാതെ അങ്ങോട്ട് വിഴുങ്ങണം എന്ന ഒരു വിശ്വാസമുള്ളവനെ മാത്രമേ തമ്പുരാൻ ഉപയോഗിക്കത്തുള്ളൂ എന്ന. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ദൈവം ഒറ്റ പ്രാവശ്യം പറയും, തിരിച്ചൊന്നും മിണ്ടാതെ ആമേൻ ഞാനത് എടുത്തോളാം, എന്നെക്കൊണ്ട് പറ്റുമില്ല, ഇല്ല ഞാൻ അങ്ങ് എടുത്തോളാം എന്ന് പറഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിലുള്ള, എന്ന് വെച്ചാൽ ദൈവത്തെ സോപ്പിടുന്ന രീതിയിലുള്ള ഒരു വിശ്വാസമുള്ളവനെ മാത്രമേ ദൈവം ഉപയോഗിക്കത്തുള്ളൂ എന്ന. എനിക്ക് 2-3 ആൾക്കാരെ ബൈബിളിൽ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ഗിദെയോനെ പോലെ ദൈവത്തോട് അടയാളം ചോദിച്ചും സംശയങ്ങൾ ദൂരീകരിച്ചും ആ നിയോഗത്തെ ഏറ്റെടുത്ത് പ്രയോജനപ്പെടുത്തിയ, പ്രവർത്തിച്ച അനുഗ്രഹീത ഭക്തന്മാരെ. അതുകൊണ്ട് എനിക്ക് ഈ മീറ്റിങ്ങിൽ, ഈ മെസ്സേജിലേക്ക് ഞാൻ കടക്കുന്നതിന് മുൻപേ എനിക്ക് ഈ മീറ്റിങ്ങിൽ ചില ദൈവമക്കളോട് കൈവച്ച് പറയാൻ ഒരു ആലോചനയുണ്ട്. ഒരുപാട് ദൗർബല്യങ്ങളുള്ളവരാണ് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ്, ഞാൻ അടക്കമുള്ളവർ ഒരുപാട് ദൗർബല്യങ്ങൾ ജീവിതത്തിലുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. ചില കാര്യങ്ങൾ തമ്പുരാൻ പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെയും, ചില ദൂതുകൾ നമുക്ക് ആമേൻ പറയാൻ തോന്നാതെയും, ചില കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യുമോ എന്നൊക്കെ വീണ്ടും ഒരു ചോദ്യം ഉള്ളിൽ ഉയർന്നവരായും, വചനത്തിൽ നിന്ന് അല്പമൊക്കെ വ്യതിചലിച്ചു പോയവരായും, ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകളിലൂടെയൊക്കെ കടന്നു വന്നവരായും ഒക്കെ ഉള്ള ദൈവമക്കൾ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ജനിച്ചപ്പോഴേ വിശുദ്ധരായി കയറി വന്ന ആരും ഈ മീറ്റിങ്ങിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ദൈവം വിശുദ്ധീകരിക്കാത്ത ആരുമാണ് ഇതിനകത്തിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യമായി പറയാൻ കഴിയും, ഈ സന്ദേശത്തിനകത്തുകൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു പാഠം ഇന്നത് ആത്മാവിലൊന്ന് സ്വീകരിച്ച് ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന വാക്കിന്
നാളെ നിങ്ങളെ സ്റ്റേജിൽ തള്ളിക്കയറ്റുമെന്നോ നാളെ നിങ്ങളെ ഒരു വിമാനത്തിൽ കയറ്റി പറത്തുമെന്നോ മാത്രമല്ല അർത്ഥമുള്ളത്. തമ്പുരാന് നമ്മളെ ഉപയോഗിക്കാൻ നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ, നമ്മൾ നിൽക്കുന്ന വീട്, നമ്മൾ നിൽക്കുന്ന പ്രദേശം, നമ്മൾ അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങൾ, നമ്മൾ ഫേസ് ചെയ്യേണ്ട ചില സ്ട്രഗിൾസ്, ഇതിനകത്തൊക്കെ ദൈവം ഉപയോഗിക്കാതെ നമുക്കതിനെ ഒന്നും മറികടക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നൊരു ചെറിയ പരീക്ഷകളെ പോലും നമുക്ക് തരണം ചെയ്യാൻ കഴിയണമെങ്കിൽ ദൈവം ഉപയോഗിക്കണം. അപ്പോൾ ദൈവം ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു മൈക്കെടുത്ത് കയ്യിൽ തരുന്നതും സ്റ്റേജിൽ കയറ്റി ഫയർ പറയുന്നതും മാത്രമല്ല. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നതും മറ്റു പലർക്കും കടന്നു പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അവർ വീണുപോയതും നമ്മൾ നിൽക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവം ഉപയോഗിക്കുന്നുണ്ടാണ്. ദൈവം ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് കടബാധ്യതകളുള്ളവർ ഇന്നും എന്നെ മീറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ അത്ര പോലും കടബാധ്യതയില്ലാത്തവർ സൂയിസൈഡ് ചെയ്ത ഒരു ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. രോഗമുള്ളവർ ഇന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ അതേ രോഗം പോലും അല്ലാത്ത ചില വ്യക്തികൾ ജീവൻ ഒടുക്കിയ ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസത്തെ നമ്മൾ എന്നോ ഉപേക്ഷിച്ച് കളയേണ്ടതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധികളും പരിശോധനകളും വെച്ച് നോക്കുകയാണെങ്കിൽ, പക്ഷെ പലരും ഈ നമ്മുടെ അത്ര പോലും പരിശോധനകൾ വരാത്ത സ്ഥാനത്ത് ഈ വിശ്വാസം ഉപയോഗിച്ച് പ്രാകൃത മനുഷ്യനെ പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തിന് നമ്മെ വേണമെന്നുള്ളത് കൊണ്ടാണ്, ദൈവം നമുക്ക് സമയങ്ങളിൽ ആവശ്യമുള്ളത് ഫീഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലത്തെ ഒരു അനുഗ്രഹീതനായ മനുഷ്യനാണ് ഗിദെയോൻ എന്നു പേരുള്ള ദൈവമനുഷ്യൻ. ഗിദെയോൻ മനശ്ശെ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഇസ്രായേലിനെ കഠിനമായി ദ്രോഹിച്ചിരുന്നൊരു കൂട്ടമായിരുന്നു മിദ്യാന്യർ. കാരണം ഗോതമ്പിൻ്റെ വിളവ് വരുന്ന സമയത്ത് മിദ്യാന്യർ ഈ ഗോതമ്പിനെ കവർന്നെടുത്തുകൊണ്ടു പോകുന്ന ഒരു പതിവും അത്തരത്തിൽ ഇവരെ പട്ടിണിക്കകത്ത് പെടുത്തുകയും ഇവരുടെ കൃഷിഫലത്തെയെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയ്ക്കകത്ത് ഇസ്രായേൽ ജനം കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ അവർ കടന്നുപോയി. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ജീവിതത്തിൽ അധ്വാനിച്ചുണ്ടാക്കുന്നത്, കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്, ഒരു വിളവെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത്, ഇതൊന്ന് കൊയ്തെടുത്തിട്ട് ചില കാര്യങ്ങൾ നേടാനുണ്ട് എന്ന് കരുതിയിരിക്കുന്നത്. എന്നാൽ ആ കൊയ്ത്തിൻ്റെ സമയം വരുമ്പോൾ ചില മിദ്യാന്യ ശക്തികൾ നിന്റെ ജീവിതത്തിന് നേരെ പാഞ്ഞു വന്ന് കണ്ണു ചിമ്മുന്ന സമയം കൊണ്ട് ചിലതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കവർന്നെടുത്തു കൊണ്ടുപോകുന്നത് പോലെ പോയിട്ട് പിന്നെ അടുത്തൊരു കൊയ്ത്തു വരെ കാത്തിരിക്കേണ്ടി വരുന്ന ചില ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. വർഷങ്ങൾ, മാസങ്ങൾ ഈ ഗോതമ്പ് കൃഷിയുടെ പുറകെ നിന്ന് ഇതിൻ്റെ ഒരു ഫലം പോലും കൊഴിഞ്ഞു പോകാതെ അതിനു വേണ്ടുന്ന നിലയിൽ എല്ലാ സുരക്ഷിതത്വവും നൽകി, എല്ലാ പരിപാലനവും വിശ്വസ്തയോടെ ചെയ്തിട്ട് കൊയ്ത്തിൻ്റെ സമയം വരുമ്പോൾ വിളവെടുപ്പിൻ്റെ സമയം വരുമ്പോൾ, ഒരു നന്മ പുറത്തു വരേണ്ട സമയം വരുമ്പോൾ, ഒരു ഉയർച്ച കാണേണ്ട സമയം വരുമ്പോൾ, ഒന്ന് സന്തോഷിക്കേണ്ട ഒരു സമയം വരുമ്പോൾ, ഒന്ന് പച്ച പിടിക്കാമെന്ന് വിശ്വസിച്ചിരിക്കുമ്പോൾ ഉടനെ അതിൻ്റെ നടുവിൽ ഒരു കവർച്ചക്കാരനെ പോലെ പാഞ്ഞു വരുന്ന ചില മിദ്യാന്യ ശക്തിയെ ഇന്നുവരെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇന്നുവരെ നിങ്ങൾക്കതിനെ ഡീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇന്നുവരെ നിങ്ങൾക്ക് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭവനത്തിലെ, നിങ്ങളുടെ ഭാവിയിലെ ഒരു ഗിദെയോനാക്കി നിങ്ങളുടെ നന്മകളെ കവർന്നെടുക്കുന്ന ചില മിദ്യാന്യ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ
നിങ്ങളുടെ ശുശ്രൂഷയെ തടയുന്ന ചില മിദ്യാന്യ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ, നിങ്ങളുടെ കൈ കൊണ്ടൊരു കൊയ്ത്തിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുവാൻ, നിങ്ങളുടെ സൗഖ്യത്തിന്റെ ടൈം വരുമ്പോൾ ആ സൗഖ്യത്തെ കവർന്നെടുക്കുന്ന, നിങ്ങളുടെ ഉയർച്ചയുടെ ടൈം വരുമ്പോൾ ഉയർച്ചയെ ചോർത്തിക്കളയുന്ന, വർധനവിന്റെ സമയം വരുമ്പോൾ അതിനെ തടയുന്ന ചില മിദ്യാന്യ ശക്തികളെ ഡീൽ ചെയ്യുവാൻ യേശുവിന്റെ ആത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസണാണ് ഇതെന്ന പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. ഇത് എനിക്കുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടോ? ഈ ആലോചന എനിക്കുള്ളതാണ്. എൻ്റെ ജീവിതത്തിലേക്കാണ് ഇങ്ങനൊരു നന്മ വരുമ്പോൾ വിദ്യാന്യ ശക്തി പാഞ്ഞെടുക്കുന്നതെന്ന് ഈ വചനം ഇടപെടുന്ന ആരെങ്കിലും ഈ മീറ്റിംഗിലുണ്ടെങ്കിൽ, ഈ ദൂത് ഇടപെടുന്ന ആരെങ്കിലും ഈ മീറ്റിംഗിനകത്തുണ്ടെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്തോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തോ. കർത്താവിന്റെ ശക്തി നിന്റെ അരികിലേക്ക് ഒന്ന് ചലിക്കട്ടെ. ഓ ജീസസ്, ആമേൻ. എന്നാൽ പേടിച്ചു വിരണ്ടിരുന്ന ഇസ്രായേൽ ജനത്തിന് ഒരു രക്ഷകനെ കർത്താവിനെ എഴുന്നേൽപ്പിക്കണമായിരുന്നു. ഒരു രക്ഷകനെ എഴുന്നേൽപ്പിക്കണമായിരുന്നു. ഒരു മഹത്തായ ഒരു വ്യക്തിയാണ് ഗിദെയോൻ എന്ന് പറയുന്നത്. ഒരു മഹത്തായ ഒരു വ്യക്തിയാണ്. ഇസ്രായേലിലെ ന്യായാധിപന്മാരിൽ ഒരു വ്യക്തിയാണ് ഗിദെയോൻ എന്ന് പറയുന്നത്. ഗിദെയോനെ കുറിച്ച് നമ്മൾ കേട്ടതിനേക്കാളേറെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ നല്ലൊരു അംശമുണ്ടെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ എനിക്ക് ചുരുങ്ങിയ സമയത്തിനകത്ത് എനിക്ക് പറഞ്ഞു തരാൻ ഉള്ള സമയം പോരാ. ഭയത്തോടെ ജീവിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിന് ഒരു രക്ഷകനെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കണമായിരുന്നു. ഒരു രക്ഷകനെ. ഞാൻ ദൈവാത്മാവിൽ, ഞാൻ ഇതിനകത്തുനിന്നെല്ലാം ഒരു ദൂതെടുത്ത് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ബൈബിൾ പറഞ്ഞു പോകാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അറിവിനോളവും എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, നാം അടങ്ങുന്ന ഒരു സൊസൈറ്റിയിലും നാം അടങ്ങുന്ന ഒരു ഫാമിലിയിലും ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ സൊസൈറ്റിക്കകത്ത് നിന്ന്, ആ ഫാമിലിക്കകത്ത് നിന്ന്, ആ ചർച്ചിനകത്ത് നിന്ന്, ആ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം അരുളപ്പാട് കൊടുത്ത് എഴുന്നേൽപ്പിക്കും. അവിടെ അങ്ങനൊരു വ്യക്തി എഴുന്നേൽപ്പിക്കാൻ ഇല്ല എന്ന് ദൈവത്തിന് തോന്നുന്നെങ്കിൽ മാത്രമേ ദൈവം പുറത്തുനിന്ന് ഒരാളെ ഇമ്പോർട്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ ഞാൻ എന്താ പറയുന്നതെന്ന്? നമ്മൾ അടങ്ങുന്ന ഒരു സൊസൈറ്റി, നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫാമിലി, നമ്മളായിരിക്കുന്ന ഒരു ചർച്ച്, നമ്മളായിരിക്കുന്ന ഒരു കൂട്ടം, അതിൻ്റെ അകത്ത് നിന്ന് പ്രശ്നം സോൾവ് ചെയ്യാൻ, ഒരു ശുശ്രൂഷകന് എഴുന്നേൽക്കാൻ, ഒരു വിളവെടുപ്പിന് വേണ്ടി ഒരുത്തനെ എഴുന്നേൽപ്പിക്കാൻ, വിളവെടുപ്പിനെ കവരുന്ന ശത്രുവിൻ്റെ ബലത്തെ കീഴ്പ്പെടുത്താൻ, ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ എഴുന്നേൽപ്പിക്കാനുണ്ടെങ്കിൽ തമ്പുരാൻ അങ്ങനെ തന്നെ എഴുന്നേൽപ്പിക്കും. എന്നാൽ ആ കൂട്ടത്തിനകത്ത് 1000 എണ്ണം നിരന്ന് നിൽക്കുന്നതിനിടയിൽ ഒരെണ്ണം പോലും ഇല്ല. അരുളപ്പാട് കൊടുത്തിട്ടും ഏറ്റെടുക്കുന്നില്ല, കൽപ്പന കൊടുത്തിട്ടും പ്രമാണിക്കുന്നില്ല, ആശയം കൊടുത്തിട്ടും സ്വീകരിക്കുന്നില്ല, സ്വപ്നം കാണിച്ചിട്ടും ഗ്രഹിക്കുന്നില്ല എന്ന് ദൈവത്തിന് തോന്നിയാൽ മാത്രമേ ദൈവം പുറത്തുനിന്ന് ആ വിഷയത്തെ പരിഹരിക്കാൻ ഒരാളെ എടുക്കത്തുള്ളൂ. ഇപ്പോഴും ഗ്രഹിക്കാത്ത ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഞാൻ ഒന്നും കൂടെ ലളിതമാക്കി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളെ കൊണ്ട് തന്നെ കള്ളനെയും കവർച്ചക്കാരനെയും കീഴ്പ്പെടുത്തണമെന്ന് ദൈവത്തിനൊരാഗ്രഹമുള്ളപ്പോൾ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് അത് ചെയ്യുന്നതിന് പകരം
നിങ്ങളിലെ ഗിദെയോനെ എഴുന്നേൽപ്പിച്ചത് ചെയ്യുന്നതാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് ദൈവം ഇന്ന് നിങ്ങളോട് പറയുമ്പോൾ, ആ കൽപ്പന നിങ്ങൾ സ്വീകരിക്കാത്ത പക്ഷവും ആ ആലോചന നിങ്ങൾ ഏറ്റെടുക്കാത്ത പക്ഷവും ആ ദൈവിക ആശയത്തെ നിങ്ങൾ സ്വീകരിക്കാത്ത പക്ഷവും മാത്രമേ ദൈവം പുറത്തുനിന്നൊരാളെ എഴുന്നേൽപ്പിക്കത്തുള്ളൂ. പക്ഷേ നിങ്ങൾ എന്ന ഒരു വ്യക്തിയെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാനും ഉപയോഗിക്കാനും കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ അവിടെ ചെയ്യും. കർത്താവ് നിങ്ങളെ അതിശക്തമായി ഉപയോഗിക്കും. നിങ്ങളെ ഉപയോഗിക്കുന്നത് പോലെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ ഉപയോഗിക്കണമെന്നില്ല. ചില സമയം ഞാൻ ഇങ്ങനൊരു ആശയം പറയാറുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഒരു ഡെഡിക്കേഷൻ ഒരുപക്ഷെ മറ്റൊരു വ്യക്തി പ്രാർത്ഥിച്ചാൽ ഉണ്ടാവണമെന്നില്ല. ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം എൻ്റെ ഒരു വിഷയം, ഇപ്പം എൻ്റെ ഒരു കാലുവേദന മാറാൻ വേണ്ടി ഞാനിരുന്ന് പ്രാർത്ഥിക്കുക. എനിക്കേ അറിയുള്ളൂ കാലുവേദനയുടെ ആധിക്യം എന്താന്ന്, എനിക്കേ അറിയുള്ളൂ ഈ കാലുവേദന ഉള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താന്ന്. അത് മറ്റൊരു വ്യക്തിയോട് ഞാൻ പറയുകയാണ്, എനിക്ക് നല്ല കാലുവേദനയാണ്, ഭയങ്കര വേദനയാണ്, ഒന്ന് പ്രാർത്ഥിക്കാവോ സൗഖ്യമാകാൻ. ആ വ്യക്തി എനിക്ക് കാലുവേദനയാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ പെയിൻ ഒരിക്കലും ആ വ്യക്തിക്ക് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ കുറച്ചും കൂടെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞാൽ, ഇമോഷണലി ഞാൻ അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തിയാൽ കുറച്ചുകൂടെ അദ്ദേഹം ആ ഒരു ഡെഡിക്കേഷനോടെ പ്രാർത്ഥിക്കുമായിരിക്കും. ഞാൻ ചെന്ന് എനിക്കൊരു കാലുവേദന, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ശരി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതേസമയം എൻ്റെ കാലുവേദനയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ ആ പ്രയറിനകത്ത് എൻ്റെ പെയിനും കൂടെ കാണും. മനസ്സിലായോ? ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ എനിക്കവിടെ ഹീലിംഗ് ഉണ്ട്. കാരണം എൻ്റെ പ്രയറിനകത്ത് എൻ്റെ ഇമോഷനുണ്ട്. ഞാൻ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അനുഭവിച്ച അനുഭവങ്ങളാണ് നിരത്തി വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറയുന്നത്, എനിക്കൊരു ഹീലിംഗ് വേണം കർത്താവേ. അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം, ഞാനൊന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം മറ്റൊരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രയോജനപ്പെടുത്തുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഗിദെയോനെ ആ കൂട്ടത്തിനകത്ത് ദൈവം കാണുകയാണ്. കാരണം ഇവൻ്റെ മേൽ ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നൽകിയ ചില അഭ്യാസമുറകൾ ഈ ഒരു കവർച്ചക്കാരനെ കീഴടക്കുവാൻ തക്കവണ്ണം കിടക്കുന്നു. ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ചില മീറ്റിങ്ങിനകത്ത് വെച്ച് ദൈവം നിങ്ങളിൽ പകർന്ന ചില കൃപകൾ, ചില ശുശ്രൂഷകൾക്കകത്തുകൂടെ ദൈവം നിങ്ങളിലേക്ക് കൈമാറിയ ചില ദൈവിക ശക്തിയും കൃപാവരങ്ങളുമൊക്കെ ചില പ്രത്യേക ദുർശക്തികളെ കീഴ്പ്പെടുത്തുവാൻ, ചില മിഥ്യാന്യ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ, കവർന്നെടുക്കുന്ന ചില ഇരുട്ടിൻ്റെ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ ദൈവാത്മാവിന് ഈ സീസണിൽ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ ഡീൽ ചെയ്യാനുള്ള അഭ്യാസമുറകൾ കർത്താവ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര ദൈവമക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചിലതിനെയൊക്കെ കീഴ്പ്പെടുത്തുവാനുള്ള അഭ്യാസമുറകൾ, വചനം, ശക്തി, അഭിഷേകം കർത്താവ് നിങ്ങൾക്ക് തന്നെ തന്നിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. ന്യായാധിപന്മാരുടെ പുസ്തകം 6:12. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. ആർക്കാണ്? ഗിദെയോന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ശ്രദ്ധിച്ച്, ദൈവത്തിൻ്റെ വിളി മുന്നമേ കിടന്ന ഗിദെയോൻ ഈ ഒരു ആലോചന അറിയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ടൈമിലാണ്. ചില കഴിവുകൾ, ചില കൃപകൾ, ചില ആലോചനകൾ, ചില തരത്തിലുള്ള അഭിഷേകങ്ങൾ, ചില അധികാരങ്ങൾ നമ്മിൽ ആദ്യമേ പ്രകടമായി വന്നുകൊള്ളണമെന്നില്ല. എന്നാൽ ഒരു പ്രത്യേക ടൈമിലേക്ക് വേണ്ടി, ഒരു പ്രത്യേക സീസണിലേക്ക് വേണ്ടി, ഒരു പ്രത്യേക സന്ദർഭത്തിലേക്ക് വേണ്ടി ദൈവം നിന്നിൽ
സ്റ്റോർ ചെയ്തിരിക്കുന്നതാകുന്ന ചില കൃപകളും വരങ്ങളും അഭിഷേകവും ശക്തിയുമുണ്ട്. നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും ഭൂത ഇളകാറില്ല, നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും രോഗികൾ സൗഖ്യമാകാറില്ല. എന്നാൽ ചില സീസണിൽ നടക്കുന്ന മീറ്റിങ്ങിൽ രോഗികൾ സൗഖ്യമായി എന്ന് ടെസ്റ്റിമണി വരും, ഭൂതം ഇളകി എന്ന് ടെസ്റ്റിമണി വരും, ഒരു പാപി മാനസാന്തരപ്പെട്ടു വന്നു എന്ന് ടെസ്റ്റിമണി വരും, മറ്റൊരു വ്യക്തി അഭിഷേകത്തോട് അന്യഭാഷയിൽ ആരാധിക്കാൻ എനിക്ക് ഇന്നു മുതൽ നമ്മുടെ മീറ്റിങ്ങിലൂടെ ദൈവം കൃപ പകർന്നു എന്നൊരു വരും. നോക്കി, എല്ലാ മീറ്റിങ്ങിലും ഒരുപോലെ നടക്കുന്നില്ല, എന്നാൽ ചില മീറ്റിംഗ്സ് അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആത്മാവിൽ പറയുന്നു, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സ്ട്രഗിൾ നിങ്ങളിലെ ഒരു പ്രത്യേക വിളിയെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ ഒരു ടൈം, ഈ വല്ലാത്തൊരു സമയം എന്ന് പറയുന്ന, ഇതൊരു കഷ്ടകാല സമയം എന്ന് പറയുന്ന ഈ സമയം നിങ്ങളുടെ അകത്ത് കിടക്കുന്ന ഒരു ദൈവ വിളിയെ വിളിച്ചെഴുന്നേൽപ്പിക്കുവാൻ, നിങ്ങളുടെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ചിലതിനെ അൺലോക്ക് ചെയ്ത് പുറത്തെടുക്കുവാൻ ദൈവം പ്രീ പ്ലാൻ ചെയ്തതാണ് എന്ന് നിങ്ങൾ അറിയുക. 6:12 ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, ഇതിനു മുന്നേ ഒരിക്കൽ പോലും ദൈവം വിളിച്ചിട്ടില്ലാത്ത ഒരു പേര്, ഇതിനു മുന്നേ ഒരിക്കൽ പോലും ദൈവം ഇടപെട്ടിട്ടില്ലാത്ത രീതി, ഇതിനു മുന്നേ ഒരിക്കൽ പോലും ദൈവം തമ്പുരാൻ ചെയ്യിച്ചിട്ടില്ലാത്ത ഒരു കാര്യം. ഈ ഒരു സീസണിൽ, ഈ ഒരവസ്ഥയിൽ, ഈ ഒരവസരത്തിൽ ഗിദെയോൻ ചെയ്യണമെന്ന് ദൈവം പറയണമെന്നുണ്ടെങ്കിൽ, കാലങ്ങൾക്ക് മുൻപേ ഈ മനുഷ്യനിൽ നിറച്ചിരുന്നതായ ഒരഭിഷേകത്തെയും കാലങ്ങൾക്ക് മുൻപേ ഈ മനുഷ്യനിൽ ഇട്ടിരുന്നതായ ഒരു വിളിയെയും കുറിച്ച് ഗിദെയോൻ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവം തമ്പുരാൻ ഓർത്തതുകൊണ്ടാണ് അത് നടന്നത്. ആമേൻ. അറിയുന്ന ഒരു ദൈവം തമ്പുരാൻ ഓർത്തതുകൊണ്ടാണ് അത് നടന്നത്. ഈ മീറ്റിങ്ങിൽ കാണുന്ന, എനിക്ക് ചിലരെ ഒന്ന് പേര് വിളിക്കണമെന്നുണ്ട്, പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. ഈ മീറ്റിങ്ങിൽ കാണുന്ന ദൈവമക്കളെ നോക്കി ഞാൻ പറയുന്നു, നിങ്ങൾ പല കാര്യങ്ങൾ മറന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. ദൈവം പറഞ്ഞത്, ദൈവം ഏൽപ്പിച്ചത്, ദൈവത്തോട് പറഞ്ഞത് മറന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഞാൻ ദൈവാത്മ നിയോഗത്തോടെ ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ, തമ്പുരാൻ നിങ്ങളെ ഏൽപ്പിച്ചത്, നിങ്ങളിലിട്ടത് നിങ്ങൾ മറന്നാലും ദൈവം അത് ഓർമ്മിപ്പിക്കും. ഹല്ലേലൂയ. ദൈവം അത് ഓർമ്മിപ്പിക്കും. ഗിദെയോൻ പരാക്രമശാലിയാണ് എന്നൊരു അഭിപ്രായം ഗിദെയോനില്ല. ഗിദെയോൻ പരാക്രമശാലിയാണ് എന്നൊരു അഭിപ്രായം ഗിദെയോനില്ല, പക്ഷെ ദൈവത്തിനുണ്ട്. ഗിദെയോന്റെ കൂടെ ദൈവം ഉണ്ട് എന്ന് വിശ്വാസമുണ്ട്, പക്ഷെ ദൈവം വന്നങ്ങനെ പറയുമെന്നൊരു വിശ്വാസം ഗിദെയോനില്ല. ഓ ഗ്ലോറി. മനസ്സിലായി? ഗിദെയോന്റെ കൂടെ, ഇപ്പൊ എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ വിശ്വാസമാണ്. പക്ഷെ ഒരു ദൂതൻ വന്ന് എന്നോട് പറയും എന്നൊരു ചിന്തയൊന്നും എനിക്കില്ല. വന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ അടുത്താണ്, അതാ ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോലൊരു മനുഷ്യനാണ് ഗിദെയോൻ. ഈ മനുഷ്യന്റെ അടുത്താണ് ദൂതൻ വന്ന് പറയുന്നത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. അടുത്ത വാക്യം നോക്കി. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? ഓ, ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ദൈവമക്കൾ ചോദിക്കുന്ന അതേ ചോദ്യം ദൈവവചനത്തിനകത്ത് യുഗങ്ങൾക്ക് മുൻപേ എഴുതിയിട്ടിരിക്കുന്നു എന്നുള്ളത് വചനത്തിന്റെ സത്യത്തെ ഒന്നും കൂടെ ഉറപ്പിക്കുന്ന ഒന്നാകുന്നു. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാനൊരു അഭിഷേകമുള്ള മനുഷ്യനാണെങ്കിൽ, ഞാനൊരു ദൈവകൃപയുള്ള മനുഷ്യനാണെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവുള്ളൊരു മനുഷ്യനാണെങ്കിൽ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വിളി ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വിളി ഉണ്ടെങ്കിൽ, എൻ്റെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുന്നുവെങ്കിൽ, നമുക്കിതൊക്കെ ഭവിക്കുന്നതെന്ത്? ഞാൻ പ്രാർത്ഥിക്കുന്ന വീടാ, എൻ്റെ വീടിന് എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ ഭവിക്കുന്നു?
ഞാൻ ദൈവത്തെ വിളിക്കുന്ന ഒരു മനുഷ്യനാ. എൻ്റെ വീട്ടിൽ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ പ്രാർത്ഥിച്ച് മുദ്രയിടുന്ന ഒരു വീടാ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ഈ അസമാധാനം? ഞാൻ പ്രാർത്ഥിച്ചിട്ട് ജോലിക്കിറങ്ങി പോകുന്ന ഒരു മനുഷ്യനാ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ ജോലി സ്ഥലത്ത് ഈ പ്രതിസന്ധി? ഓ ഗ്ലോറി. അല്ലയോ യജമാനനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഭവിക്കുന്നത് എന്ത്? എന്തുകൊണ്ടാണ് എൻ്റെ അധ്വാന ബലം യജമാനനെ ശത്രു കവർന്നു കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് യജമാനനെ എല്ലാ വർഷവുമുള്ള ഈ കൃഷിഫലം മിദ്യാന്യർ കവർന്നു കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് യജമാനനെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ നന്മ അനുഭവിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് യജമാനനെ ഞങ്ങൾ വിയർപ്പൊഴുക്കി കൃഷി ചെയ്ത ഈ ഗോതമ്പിന്റെ ഫലം മിദ്യാന്യരെ കൊണ്ടുപോകുവാൻ ദൈവം അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് യജമാനനെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ വർഷത്തെങ്കിലും കൃഷിഫലം എനിക്ക് ലഭിക്കാത്തത്, ഞങ്ങൾക്ക് ലഭിക്കാത്തത് എല്ലാം മിദ്യാന്യർ കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണ് യജമാനനെ യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഭവിക്കുന്നത്? ന്യായമായ ചോദ്യമല്ലേ? ന്യായമായ ചോദ്യമല്ലേ ദൈവമക്കളെ? ന്യായമായ ചോദ്യമല്ലേ? ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ അവനോട്, അയ്യോ കർത്താവേ, കേട്ടാട്ടെ, ബലഹീനതകളെ, സ്വന്തം ദൗർബല്യങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുന്ന ഒരു സാധാരണ മനുഷ്യൻ. നമുക്ക് ദൈവം ഒരു ആലോചന പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ആക്യുറസി ഉള്ള വ്യക്തി ആയതുകൊണ്ടാണ് ദൈവം നമ്മളെ ചിലത് ഏൽപ്പിക്കുന്നതെന്നാണ് നമ്മുടെ ധാരണ. എന്നാൽ ശ്രദ്ധിക്കുക, ദൈവത്തിന് കഴിവില്ലാത്തവരെയും ദൗർബല്യമുള്ളവരെയും ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള ഏറ്റവും നല്ല തെളിവുകളിൽ ഒന്നാണ് ഗിദെയോന്റെ ജീവിതം. എന്നെ വളരെ ശ്രദ്ധിക്കണേ, കാരണം ഈ മീറ്റിങ്ങിനകത്ത് വിശ്വാസികളെക്കാളേറെ ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. ഇഫദായിൻ ജീസസ് മിനിസ്ട്രീസിന്റെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത് വിശ്വാസികൾ മാത്രമല്ല, ശുശ്രൂഷകന്മാരും ഉണ്ട്. ഞാൻ അതുകൊണ്ട് അവരെ നോക്കി ഞാൻ പറയുകയാണ്, ദൈവം ദൗർബല്യമുള്ളവരെയും ഉപയോഗിക്കും എന്നുള്ളതിൻ്റെ തെളിവിലൊന്നാണ് ഗിദെയോൻ. ദൈവത്തോട് പറയുന്നു, അയ്യോ യജമാനനെ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? അയ്യോ കർത്താവേ, എനിക്ക് രക്ഷപ്പെടാൻ ഇതുവരെ പറ്റിയിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കും? എനിക്ക് സൗഖ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ മറ്റൊരു വ്യക്തിയെ സൗഖ്യമാക്കും? എൻ്റെ വിഷയങ്ങൾക്ക് ഇതുവരെ വിടുതലായില്ല, പിന്നെ ഞാൻ പ്രാർത്ഥിച്ചാൽ മറ്റൊരു വ്യക്തി എങ്ങനെ വിടുവിക്കപ്പെടും? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമുക്കുണ്ട്. ഞാനേ ഇതുവരെ ഒന്ന് നേരെ നിന്നിട്ടില്ല, പിന്നെ മറ്റുള്ള വളഞ്ഞവരെ എങ്ങനെ നിവർത്തും? ഇങ്ങനെയുള്ള ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്. അയ്യോ യജമാനനെ, കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? അടുത്ത വാക്യം, ഇനി അടുത്ത കുലം പറയാൻ പോവുക. മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവം ഏറ്റവും സൗന്ദര്യമുള്ളവരെ ഉപയോഗിക്കത്തുള്ളൂ എന്ന് നമുക്കൊരു തോന്നലുണ്ടായിരിക്കും. ദൈവം ഏറ്റവും വലിയ കുടുംബത്തെ ഉപയോഗിക്കത്തുള്ളൂ എന്ന് തോന്നലുണ്ടായിരിക്കും. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിഷയങ്ങൾ ശുശ്രൂഷ വരുമ്പോഴല്ല, ഞാൻ രക്ഷിക്കപ്പെടാത്ത കാലത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ കാലത്ത് ദൈവത്തിനും പണമുള്ളവന്മാരെ മതി എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും ദൈവം തമ്പുരാൻ ഇടപെടുന്നുമില്ല, പ്രവർത്തിക്കുന്നുമില്ല. കർത്താവ് എനിക്ക് വിളിയുണ്ടെന്ന് മാത്രം ആൾക്കാർ പറയുന്ന മാത്രമേ ഉള്ളൂ, വിളിയൊട്ട് ഞാൻ കേൾക്കുന്നുമില്ല, എൻ്റെ വിളിയിലോട്ടൊട്ട് എന്നെ കൊണ്ടുപോകണമില്ലാത്തൊരു സമയത്ത് ഞാൻ പറഞ്ഞു, ദൈവവും ഇപ്പം കൈമണി മേടിക്കുന്ന ആളാ, ദൈവവും പണമുള്ളവരെ തേടി നടക്കുമല്ലേ, കൂടുതൽ കൊടുക്കുന്നവനെ ദൈവം കൂടുതൽ സ്നേഹിക്കും. നമ്മുടെ കയ്യിലൊന്നും കൊടുക്കാനില്ല, ദൈവത്തിന് പോലും നമ്മളെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞൊരു വ്യക്തിയാണ്. എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് വെച്ചാൽ, അങ്ങനെ പറയുന്നവർ ഈ മീറ്റിങ്ങിനകത്തുണ്ട്, അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ പറയുന്ന ചില ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ഒന്ന് സ്തോത്രം ചെയ്തേ കർത്താവിനെ. അങ്ങനെ പറയുന്ന ചില ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു,
ഈ ദൂത് എന്തോ ഭയങ്കര ആഴത്തിൽ ചെന്ന് ചില ദൈവം, ഞാൻ എല്ലാവരെയും ഒന്നും പറയുന്നില്ല കേട്ടോ, ഇന്നത്തെ ഈ മെസ്സേജ് എല്ലാവർക്കും ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ആകണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. പക്ഷെ ചില ദൈവമക്കളുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഹൃദയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ട് സംസാരിക്കുന്ന ഒരു മീറ്റിംഗ് മെസ്സേജാണിതെന്ന് എനിക്ക് സംസാരിക്കുമ്പോൾ, എനിക്കതിവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വേവ് ലെങ്ത് എനിക്ക് പിടികിട്ടുന്നുണ്ട്. ആമേ, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ മനശ്ശെ ഗോത്രത്തിൽപ്പെട്ട ഗിദെയോൻ പറയുകയാണ്, കർത്താവേ, ഞാൻ എങ്ങനെ ഇസ്രായേലിനെ രക്ഷിക്കും? ഞാൻ ദുർബലനായ ഒരു കുടുംബത്തിലുള്ളവൻ, ജീവിതത്തിൽ കുറവുകളുള്ളവൻ, ആരോഗ്യത്തിൽ കുറവുള്ള സാധാരണ മനുഷ്യൻ. അങ്ങനെ പരാക്രമശാലി എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഇസ്രായേൽ ഗോത്രത്തെ ജയിപ്പിക്കും, രക്ഷിച്ചെടുക്കുമെന്ന് പറയുന്നു. മിദ്യാന്യരെ തോൽപ്പിക്കുമെന്ന് പറയുന്നു. എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങൊന്ന് നോക്ക്. മനശ്ശെ ഗോത്രത്തിൽ ഏറ്റവും ചെറിയതും എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലോട്ട് നോക്കുക. നിങ്ങളുടെ കുടുംബത്തിലോട്ട് നോക്കുക. നിങ്ങൾ തന്നെ നിങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ പലരും ഏറ്റവും ഉന്നത നിലവാരത്തിലും രീതിയിലും പൊസിഷനിലും ജീവിക്കുകയും ജോലി ചെയ്യുകയും സമ്പാദിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ വെച്ച് നിങ്ങൾ ഏറ്റവും എളിയതുപോലെ താഴ്ന്നതുപോലത്തെ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ ആയിപ്പോയ ഒരു ടൈമിലാണ് ഈ സന്ദേശം പരിശുദ്ധാത്മാവ് കേൾപ്പിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ സമപ്രായക്കാരുടെ മുൻപിൽ നിങ്ങൾ ഏറ്റവും എളിയതുപോലെ, നിങ്ങളോട് കൂടെ ഉള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഏറ്റവും താഴ്ന്ന ഒരു വ്യക്തിയെ പോലെ, നിങ്ങളുടെ സമുദായത്തിൽ, നിങ്ങളുടെ സംഘടനയിൽ, നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ ഏറ്റവും ഒരു എളിയതിനെ പോലെ ആയിരിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ മറ്റാർക്കും നിങ്ങളെ നോക്കി ഇവൻ അല്ലെങ്കിൽ ഇവൾ ഇന്നതാകുമെന്ന് പ്രവചിക്കാൻ പോലും തോന്നാതെ ഇരിക്കുന്ന ഈ ഒരു ടൈമിൽ ദൈവാത്മാവ് പറയുന്നു, വിളി നിന്റെ മേൽ വന്നുകൂടാ എന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. നീ ഒരു കുടുംബത്തിന്റെ രക്ഷകനായി എഴുന്നേറ്റുകൂടാ എന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഗോത്രത്തെ, നിങ്ങളുടെ കുലത്തെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ സഭയെ, നിങ്ങളുടെ വീടിനെ, നിങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ മുമ്പിൽ നിങ്ങൾക്ക് അവരെ ഉയർത്തിക്കൂടാ എന്ന്, ഞാൻ മുന്നേ പറഞ്ഞതിനെ ഒന്നും ജയിപ്പിച്ചുകൂടാ എന്ന്, രക്ഷ ചെയ്തെടുത്തുകൂടാ എന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഒരു മനുഷ്യന്റെ മേൽ ഉണ്ടെങ്കിൽ, മനുഷ്യൻ പ്രവചിച്ചില്ലെങ്കിൽ പോലും, മനുഷ്യ വായിക്ക് നിങ്ങളോടൊരു ദൂത് പറയാൻ തോന്നിയില്ലെങ്കിൽ പോലും, സാക്ഷാലാകുന്നവൻ ഇറങ്ങി വന്നോ ഒരു ദൂതനെ അയച്ചോ, നിന്റെ ടൈം വരുമ്പോ നിന്നോട് പറയും, നിന്നെ കൊണ്ട് നിന്റെ വീടിനെ ഞാൻ പണിയും, നിന്നെ കൊണ്ട് നിന്റെ ദേശത്തെ ഞാൻ പണിയും, നിന്നെ കൊണ്ട് ശത്രുവിനെ ഞാൻ കീഴ്പ്പെടുത്തും. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ അങ്ങനൊരു വിളി, തെരഞ്ഞെടുപ്പാ ഗിദെയോന്റെ മേൽ വന്നത്. ഗ്ലോറി, അങ്ങനൊരു തെരഞ്ഞെടുപ്പ്. ചോദ്യം ഇതാണ്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ? ഞാൻ ഒരു ദൂതൂടെ പറയാം. ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വ്യത്യസ്തമായ വിളിയും തെരഞ്ഞെടുപ്പും നിയോഗവും ഗിദെയോനെ കൊണ്ട് ചെയ്യാൻ ദൈവത്തിന് തോന്നിയത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടല്ലേ ഈ അഭിഷേകത്തിൽ ഇത്ര വർധനവ് വന്നേ? നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടല്ലേ നിങ്ങൾ പ്രാർത്ഥനാ വീരന്മാരും പോരാളികളുമായി മാറിയത്? നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചത് നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചപ്പോഴൊന്നും അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതും കൂടെ പോയപ്പോഴല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ഒന്നും ജീവിതത്തിൽ അഭിഷേകം എന്ന് പറയുന്നതിൻ്റെ അംശം പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ ദൈവം ചിലതൊക്കെ നഷ്ടപ്പെട്ടവരാക്കി, നേടാനുള്ളവരാക്കി, വിളിയുള്ളവരാക്കിയൊക്കെ മാറ്റിയതിൻ്റെ പിന്നിൽ ചില ദൈവിക പദ്ധതികളുണ്ട്. തിരുവെഴുത്ത് പറയുന്നു, 16 വാക്യം, യഹോവ അവനോട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. അതിനവൻ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിനൊരടയാളം കാണിച്ചു തരണം. ശ്രദ്ധിച്ചേ, നമ്മുടെ അടുത്തൊരു സ്വഭാവം കാണിക്കുന്നത്. ദൈവം ഒരു ആലോചന പറഞ്ഞാലും, ദൈവം ഒരു പ്രവചനം പറഞ്ഞാലും, ദൈവം ഒരു ദൂത് പറഞ്ഞാലും നമ്മൾ അതിന് അടയാളം തേടും. ഈ പറയുന്നതൊന്നും തെറ്റല്ല കേട്ടോ.
നമ്മൾ ആ അടയാളം ചോദിക്കുന്നതും നമ്മൾ പിന്നെയും അതിനെ ഇങ്ങനെ സ്ക്രൂട്ടിനി ചെയ്യുന്നതും നമ്മൾ അതിനെ കീൻ ഒബ്സർവേഷന് വിധേയമാക്കുന്നതൊന്നും ദൈവത്തിന് കുറ്റമായിട്ട് തോന്നത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു ദൈവത്തെയാണ് ഞാൻ ഈ തിരുവെഴുതി കാണുന്നത്. അല്ലാതെ ഒന്നിനു മുകളിൽ ഒന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ പിടിച്ച് കീറുന്ന ദൈവത്തെ ഒന്നും അല്ല. ആരൊക്കെയോ പറഞ്ഞ് ദൈവത്തെ പേടിപ്പിച്ച് വെച്ചേക്കുകയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ പേടി തോന്നുന്ന ഒരു സംഭവമാക്കി വെച്ചേക്കാണ്. പക്ഷെ ബൈബിളിൽ ഞാൻ കാണുന്നത് ഒരു വ്യക്തിയുടെ പ്രാപ്തി നോക്കും ദൈവം. ഒരു വ്യക്തിയുടെ പ്രാപ്തി നോക്കും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഒരു പ്രൊഫസറായിട്ട് മാത്സിൻ്റെ അക്കൗണ്ടൻസിയുടെ പ്രൊഫസറായിട്ട് അല്ലെ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഒരു പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 4 4 8 എന്ന് കൂട്ടാൻ അറിഞ്ഞുകൂടാന്ന് വെച്ചോ. 4 4 8 ആ വ്യക്തിക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണോ വേണ്ടായോ? കാര്യം എന്താ? മാത്സിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയുടെ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. 4 4 8 എന്ന് അറിഞ്ഞുകൂടാ. 4 4 8 എന്ന് കൂട്ടാൻ അദ്ദേഹത്തിന് കാൽക്കുലേറ്റർ എടുക്കണമെങ്കിൽ നമ്മളൊരു കൊട്ട് കൊടുക്കണം, വേണ്ടേ? വേണം. അതേസമയം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 4 + 4 എത്രടാ 8 എന്ന് എഴുതിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ വടിയെടുത്ത് അടിക്കാനൊന്നും പോകുന്നില്ല. കാര്യം മനസ്സിലായോ? ഇതുപോലെയാണ് ദൈവം. ഒരു പ്രൊഫസറായിട്ട് നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് ദൈവം മിനിമം കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷെ ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിൽ നിന്ന് പ്രൊഫസറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം ദൈവം ഒരിക്കലും ചെയ്യൂല. ദൈവം ഒരിക്കലും ചെയ്യൂല. ഇവിടെയാണ് കാര്യം. ദൈവം നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒരു ചോദ്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാപ്തി നോക്കും. അതിന് എത്ര കാലമായി, വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കുന്നവനാണോ എന്നൊക്കെ ദൈവം നോക്കും. ഞാൻ വലിയ ആളാ, വലിയ സംഭവമാണ്, ഞാൻ പാസ്റ്ററേക്കാൾ വലിയ പാസ്റ്ററാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവനാണോ എന്ന് നോക്കും. പ്രാപ്തി നോക്കും. എന്നിട്ട് ദൈവം ഉത്തരം തരും. നമ്മുടെ പ്രാപ്തി ഒന്നുമില്ല എന്ന് കർത്താവ് കണ്ടാൽ നമുക്ക് ഒന്നും കൂടെ കർത്താവ് പറഞ്ഞു തരും. പിന്നെയും നമ്മൾ ചോദിച്ചാൽ വീണ്ടും പറഞ്ഞു തരും. വീണ്ടും നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യും. കർത്താവ് നമ്മളെ എഡിഫൈ ചെയ്യും. ഹല്ലേലൂയ. ആ നിലയിൽ ദൈവം പണിതുകൊണ്ട് വരുന്ന ദൈവം. ഇവിടെ മനശ്ശെ ഗോത്രത്തിലുള്ള ഗിദെയോൻ ഒന്നുകൂടെ ചോദിച്ചു, കർത്താവ് എനിക്കൊരു അടയാളം തരണം. ഇന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ചില അടയാളങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. കർത്താവേ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം താ. നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നെങ്കിൽ നീ എന്നോടൊന്ന് സംസാരിക്കുക. എൻ്റെ മുമ്പിൽ അങ്ങയുടെ പുസ്തകം ഇരിക്കും, നീ പുസ്തകത്തിലൂടെയെങ്കിലും എന്നോട് സംസാരിക്കുക. എനിക്കൊരു ബൈബിൾ വചനം തന്നെങ്കിലും എന്നെ ഒന്ന് ഉറപ്പിക്കുക എന്ന് ദൈവസന്നിധിയിൽ പറയുന്ന വ്യക്തികൾ ഈ മീറ്റിങ്ങിലുണ്ട്. ഒരു ദൈവവചനം കിട്ടിയാൽ എനിക്ക് അത് മതി, ഞാൻ അതുകൊണ്ട് ഞാൻ ജീവിച്ചോളാം, നീ എന്നോട് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ആ ബൈബിൾ വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. നിങ്ങളോട് ഈ ആത്മാവ് ഈ ദൂത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു അടയാളം താ കർത്താവേ. തന്നോട് സംസാരിക്കുന്ന ഗബ്രിയേൽ ദൂതനോട് അടയാളം ചോദിച്ചു. തെറ്റാണോ? അല്ല. കാരണം എന്താ? ഞാൻ പോയി ഒരു മനുഷ്യനെ എടുത്തോണ്ട് വരൂ എന്നല്ല പറയുന്നത്. ഇസ്രായേൽ ഗോത്രത്തെ ജയിപ്പിക്കുമെന്ന ദൂതം പറയുന്നത്. ഇത് എന്തുവാ ഈ കർത്താവ് വന്നിരുന്നോണ്ട് പറയുന്നത്? എന്നെ കൊണ്ട് ജയിക്കും തന്നെയാണ്, ആള് മാറിയതാണോ എന്നൊക്കെ അറിയണം. 2, എന്നോട് സംസാരിക്കുന്ന സ്പിരിറ്റ് കറക്റ്റാണോ എന്ന് ഗിദെയോൻ അറിയണം. ഇത് നമ്മൾ അറിയണം കേട്ടോ, നമ്മളും അറിയണം. ഗിദെയോൻ ചോദിച്ചത് ഗിദെയോന്റെ സംശയം മാത്രമല്ല, ഗിദെയോൻ ഒരു കൺഫർമേഷൻ വേണം. എന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണോ എന്ന് എനിക്ക് അറിയണം. ശ്രദ്ധിക്കണം, ഗിദെയോൻ അറിയാം ദൈവം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാനും അടയാളങ്ങൾ പറയുന്നത് പോലെ കാണിക്കാനും ശക്തനാണ്. എന്നാൽ ഡീമൺ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, ഡീമൺ എന്ന് പറയുന്നത് ദൂത് പറയും, പ്രവചിക്കും, കാര്യങ്ങളെല്ലാം ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ച് തരും. പക്ഷെ പറയുന്ന അടയാളം കൊണ്ടുവരാൻ ആ സാധനത്തിന് കഴിയത്തില്ല. ഇതൊരു വലിയ ആശയമാണ്. എന്നൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ വായിക്കാം, നമുക്ക് എന്നാലേ മനസ്സിലാകത്തുള്ളൂ. 17ാമത്തെ വാക്യം നോക്കുക. അതിനവൻ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് എനിക്ക് ഒരടയാളം കാണിച്ചു തരണം. ഞാൻ പോയി എൻ്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വെക്കുവോളം നീ ഇവിടെ നിന്ന് പോകരുതേ. ഇപ്പൊ ചാത്തനാണെന്നുണ്ടെങ്കിൽ, വന്നിരിക്കുന്നത് വ്യാജനാണെന്നുണ്ടെങ്കിൽ ഇവിടം കൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും. കാരണം നീ ഇവിടുന്ന് പോകരുതേ എന്ന് പറയുന്നതിന് മുന്നേ സാധനം അവിടെ നിന്ന് അപ്രത്യക്ഷമാക്കും. കാരണം എന്താ? ഗിദെയോൻ പോകും,
വഴിപാട് കൊണ്ടുവരും, ഞാൻ അതിൻ്റെ മേൽ തീയിറക്കി കാണിച്ചു കൊടുക്കേണ്ടി വരും. ആ സാധനം ഏലിയാവിൻ്റെ കാലത്തുണ്ടായിരുന്ന പോലെ ഞാൻ അതിനെ ദഹിപ്പിക്കേണ്ടി വരും. എന്നെ കൊണ്ട് തീയിറക്കാനും പറ്റൂല, തീ എന്ന് പറയാനും പറ്റൂല, ഞാൻ വ്യാജനാണെന്ന് ഇവൻ പിടിക്കും. അതിനേക്കാൾ ഉള്ള ഇമേജും കൊണ്ട് അപ്രത്യക്ഷമാകുന്നതാണ് നല്ലതെന്ന് ഡീമൺ കരുതി സാധനം പോവും. ഇവിടെ വെച്ച് തന്നെ പിടിക്കാം. എന്നാൽ ഇവിടെ ഗിദെയോൻ പറയുന്ന ശ്രദ്ധിച്ചോ, നീ ഇവിടെ നിന്ന് പോകരുതേ, ഞാൻ പോയി എൻ്റെ വഴിപാട് എടുത്തുകൊണ്ട് വരാം, നീ ഇവിടെ ഒന്ന് നിൽക്കണം, ഞാൻ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാമെന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ ഗിദെയോൻ ചെന്നൊരു കോലാട്ടിൻ കുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കൊട്ടയിൽ വെച്ച് ചാറൊരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിൻ കീഴെ കൊണ്ടുവന്ന് അവൻ്റെ മുമ്പേ വെച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാർ അതിന്മേൽ ഒഴിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ച് യഹോവയുടെ ദൂതൻ അവൻ്റെ കണ്ണിന് മറഞ്ഞു. തീ കൊണ്ടുവരാൻ തമ്പുരാന് മാത്രമേ കഴിയൂ. ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ഇന്ന് നിങ്ങളെ ദഹിപ്പിക്കുന്ന അവസ്ഥയിലാന്ന് പറയും, പൊള്ളിക്കുന്ന അവസ്ഥയിലാന്ന് പറയും, ഞാൻ വല്ലാത്ത വിണ്ട് കീറിയ ഒരു അനുഭവത്തിലാണ് നിൽക്കുന്നതെന്ന് പറയും. പക്ഷെ ദൈവാത്മാവ് പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ദൂത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാള സഹിതം, അത് നടക്കുമെന്നതിൻ്റെ അടയാള സഹിതം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. നിങ്ങളോട് സംസാരിച്ചതൊരു റിയൽ സ്പിരിറ്റ് ആണെങ്കിൽ, ജെന്യുവിൻ സ്പിരിറ്റ് ആണെങ്കിൽ, അത് നിശ്ചയമായും നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് പരിശുദ്ധാത്മാവ് ചെയ്തു തന്നിരിക്കും. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഗിദെയോൻ ഒത്തിരി പ്രാവശ്യം, 2-3 പ്രാവശ്യം ദൈവത്തോട്, ദൂതനോട് അടയാളം, ഈ ഒരു അടയാളം ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും ഓരോ ആലോചനകൾ ഗിദെയോനെ കൊണ്ട് ചെയ്യിക്കാം എന്ന് ദൈവം പറയുമ്പോൾ അതിനെല്ലാം അടയാളം, ആ കാര്യത്തിനെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് അടയാളവും കൊടുത്തു എന്നുള്ളത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം നമ്മൾ ഫുൾ വായിച്ചു നോക്കണം. നമ്മുടെ ഈ സമയക്കുറവിനിടയിൽ നമുക്ക് പറയാൻ സമയമില്ല. ഫുൾ വായിച്ചു നോക്കാൻ നമുക്ക് മനസ്സിലാവും. ഒരു 2-3 പ്രാവശ്യം ദൈവം അടയാള സഹിതം വെളിപ്പെടുത്തുന്നുണ്ട്. ഗിദെയോനെ കൊണ്ട് 32,000 പേർ നിരന്ന് നിന്നപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 300 പേരെ മാത്രം എടുത്തുകൊണ്ട് ഒരു വലിയ മിദ്യാന്യ സൈന്യത്തെ ജയിച്ച് തോൽപ്പിച്ച ഒരു വ്യക്തിയായി ഗിദെയോനെ ദൈവം നിർത്തിയതിൻ്റെ പിന്നിൽ ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇന്ന് 32,000 പ്രശ്നങ്ങളൊന്നും ജീവിതത്തിലുള്ള ആരും ഈ മീറ്റിങ്ങിലില്ല. പക്ഷെ നിങ്ങളെ അസഹ്യപ്പെടുത്തുന്ന ഏതൊരു സബ്ജക്റ്റുമാകട്ടെ, എന്നൊന്ന് ശ്രദ്ധിച്ചേ, ദൈവം കൂടെ നിന്നാണ് നിങ്ങൾ അതിന് നേരെ യുദ്ധം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാവ് ഇടിഞ്ഞു വീഴും. ആ പ്രശ്നവും അതുപോലെ തകർന്നു പോകും. ആമേൻ പറഞ്ഞേ. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാവ് ഇടിഞ്ഞു വീഴും. ആ പ്രശ്നവും അതുപോലെ തകർന്നു പോകും. പലരും ദൈവമില്ലാതെ ചില യുദ്ധങ്ങൾക്കിറങ്ങി, ദൈവാലോചനയില്ലാതെ ചില യുദ്ധത്തിനിറങ്ങി, ദൈവാലോചനയില്ലാതെ ചിലയിടത്തേക്ക് കടന്നു ചെന്നു, ദൈവാലോചനയില്ലാതെ ചില ശുശ്രൂഷകൾ ചെയ്തു, ദൈവാലോചനയില്ലാതെ ചില ദൂതുകൾ പറഞ്ഞു, അവർക്ക് തോന്നിയ ദൂതുകൾ പറഞ്ഞു. അതെല്ലാം വലിയ ഒരു കെണിയും കുടുക്കും പോലായിപ്പോയി. സുഹൃത്ത് ശ്രദ്ധിക്കുക, ദൈവാലോചനയോടെ മാത്രം, ദൈവിക അഭിഷേകത്തോടെ മാത്രം നിങ്ങൾ മുൻപോട്ട് ചുവട് വെച്ചാൽ ദൈവം കൂടെയിരിക്കും. ദൈവം പറഞ്ഞിട്ടാണ് നിങ്ങൾ ചിലയിടത്തേക്ക് പോയതെങ്കിൽ ആ കാര്യം ബ്ലെസ്സഡ് ആകും. ദൈവം പറഞ്ഞിട്ടാണ് നിങ്ങളൊരു ദൂത് പറഞ്ഞതെങ്കിൽ ആ കാര്യം നടക്കും. ദൈവത്തിൻ്റെ ആത്മാവാണ് നിങ്ങളെ യൂസ് ചെയ്യുന്ന നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ ആ കാര്യത്തിന്മേലൊരു പരാജയം കണ്ടാലും അവസാനം വിജയമാക്കി ദൈവം മാറ്റും. ഇത് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ചില ദൈവമക്കളോട് പറയുന്നു, വിളവെടുപ്പിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ ഗോതമ്പ് കവർന്നുകൊണ്ട് പോകുന്ന മിദ്യാന്യ കൂട്ടത്തെ പോലെ നിങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന ചില ഇരുട്ടിൻ്റെ ശക്തികളെ പരിശുദ്ധാത്മാവ് കീഴ്പ്പെടുത്താനുള്ള അധികാരം തരാൻ പോകുക.
നിങ്ങളുടെ നന്മകളെ ചോർത്തിക്കൊണ്ടുപോകുന്ന, അനുഗ്രഹത്തെ ചോർത്തിക്കൊണ്ടുപോകുന്ന, വളർച്ചയെ ചോർത്തിക്കൊണ്ടുപോകുന്ന, അഭിവൃദ്ധിയെ ചോർത്തിക്കൊണ്ടുപോകുന്ന ചില ഇരുട്ടിൻ്റെ ശക്തികളെ കീഴ്പ്പെടുത്താൻ പരിശുദ്ധാത്മാവ് കൃപ തരാൻ പോകുക. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ആ ഒരു ആലോചന ചോദിക്കാം. ഗിദെയോൻ ഇസ്രായേലിൻ്റെ 6ാമത്തെ ന്യായാധിപനായ ഒരു മനുഷ്യൻ. ഗിദെയോന്റെ വിളി ദൈവത്തിൽ നിന്നുണ്ടായിരുന്നൊരു വിളി മാത്രമല്ല, സ്വന്തം ഭവനത്തിൽ നിന്ന് ശുദ്ധീകരണം ആരംഭിച്ച ഒരു മനുഷ്യനാണ് ഗിദെയോൻ എന്ന് പറയുന്നത്. അസാധാരണമാകുന്ന യുദ്ധതന്ത്രങ്ങൾ ദൈവത്താൽ അഭ്യസിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ഗിദെയോൻ എന്ന് പറയുന്നത്. ശത്രുവിൻ്റെ മേലുള്ള ബലം സ്വന്തം മുഷ്ടിയാലല്ല, തൻ്റെ കൂടെ നിൽക്കുന്ന സൈന്യത്താലുമല്ല, ദൈവത്താൽ നേടിയൊരു മനുഷ്യനാണ് ഗിദെയോൻ. ദൈവത്താൽ നേടിയൊരു മനുഷ്യൻ. ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കാൻ, യുദ്ധം ചെയ്യാൻ, പ്രാർത്ഥനയിൽ പോരാടാൻ ആരും കൂടെ കാണത്തില്ല. ഗിദെയോന്റെ കൂടെയും അതുപോലെ ആയിരുന്നു. ശത്രുവിന്റെ അത്ര എണ്ണമൊന്നും തൻ്റെ കൂടെ നിന്ന ബറ്റാലിയനിൽ ഇല്ലായിരുന്നു. പക്ഷെ ദൈവത്താൽ മാത്രം ജയം നേടിയ ഒരു മനുഷ്യനാണ് ഗിദെയോൻ. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ദൂതന്മാർ ഇറങ്ങി വന്നിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരു തലം ദൈവം തരട്ടെ. അതുപോലെ തന്നെ വിശ്വാസത്തിൽ ഇന്നും ലോകം സംസാരിക്കുന്ന, വിശ്വാസത്താൽ ഇന്നും ലോകം സംസാരിക്കുന്ന ഒരു മനുഷ്യനായി മാറ്റി. എബ്രായർക്ക് എഴുതിയ ലേഖനം കൂടെ ഒന്ന് എടുത്താട്ടെ, അത് നന്നായിരിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം പറയുന്നു. ഇനി എന്തു പറയേണ്ടു? ഗിദ്യോൻ, ബാരാഖ്, ശിംശോൻ, യിഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. കണ്ടോ, ലേഖകൻ പറയുന്നത് കണ്ടോ, ഇവരെക്കുറിച്ച്, പ്രവാചകൻ എന്നാ പറയുന്നത്, ഇവരെക്കുറിച്ച് പ്രവചിക്കാൻ, എഴുതാൻ, പറയാൻ സമയം പോരാ. അവരാരായിരുന്നു? അവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഇതൊരു ദൂത, അന്യന്മാരുടെ സൈന്യത്തെ ഓടിക്കാനുള്ള ഒരു അഭിഷേകം. കമോൺ പറഞ്ഞേ, എന്റെ വിളനിലത്തിലേക്ക് കടന്നു വരുന്ന ദുഷ്ടന്റെ സൈന്യത്തെ ഓടിക്കാനുള്ള ഒരു അഭിഷേകം. ഓ, എന്റെ അനുഗ്രഹത്തെ കവരുവാൻ വരുന്ന ദുഷ്ടന്റെ സൈന്യത്തെ ഓടിക്കാനുള്ള അഭിഷേകം. കമോൺ 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 കമോൺ. ഗിദ്യോൻ, ബാരാഖ്, ശിംശോൻ, യിഫ്താഹ്, ദാവീദ് എന്നിവരുടെ മേൽ പകർന്നതുപോലത്തെ ഒരു ദൈവ ശക്തി. പ്രാർത്ഥിക്കാൻ കഴിവുള്ള എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിക്കാൻ കഴിവുള്ള എല്ലാ ദൈവമക്കളും, പ്രാർത്ഥിക്കാൻ കഴിവുള്ള എല്ലാ ദൈവമക്കളും ഒന്ന്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അത് നമ്മുടെ മേൽ നൽകാൻ പോകുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അത് നമ്മുടെ മേൽ, അങ്ങനത്തെ ഒരു അഭിഷേകം, അങ്ങനത്തെ ഒരു അഭിഷേകം. എത്ര ദൈവമക്കൾ കൊതിക്കുമോ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അഭിഷേകം. ഓ യെസ്, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയ്ക്ക് ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഇന്ന് നിങ്ങളുടെ വീടിനകത്ത് കയറി വരുന്ന ദുഷ്ട സൈന്യത്തെ ഓടിക്കാൻ പുറത്തുനിന്നുള്ള ഒരാള് വരണ്ട. അകത്തുള്ള ഗിദെയോനായ നിന്നെ എന്റെ ദൈവത്തിന്റെ കരത്താൽ ബലപ്പെടുത്താൻ പോകുക. ഇതിനകത്തുണ്ട്, 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 ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ഗിദെയോന്മാർ, അങ്ങനെയുള്ള ഗിദെയോന്മാർ. നീ അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തെ ഡീൽ ചെയ്യാൻ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില ഫൈറ്റുകളെ നേരിടാൻ, നിങ്ങളുടെ കൂടെ ഇരുന്നത് പ്രാർത്ഥിച്ചു പോരാടാൻ പോലും ഒരു സൈന്യബലമില്ലാതിരിക്കെ യഹോവയുടെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ വീര്യമുള്ള ഭുജം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഓ, ബലഹീനനായ വ്യക്തിയെ, ദൗർബല്യങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന കുഞ്ഞെ, എന്നെ ദൈവത്തിന് പോലും വേണ്ട എന്ന് പറയുന്ന സുഹൃത്തെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ഭവിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ട കുടുംബമേ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ബലത്തോടെ പോക, നീ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്നവനാകും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. Come on, come on, come on, come on, come on. ഇത് ദൈവം ആരോട് ഉറപ്പിക്കുക?
ഇത് ദൈവം ആരോടോ ഉറപ്പിക്കുക. നിന്റെ ദേശത്തിന്റെ കാവൽക്കാരനായി കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ, നിന്റെ കുടുംബത്തെ രക്ഷിപ്പാനുള്ള വീരനായി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ, ഏതി മനശ്ശെ ഗോത്രത്തിൽ ചെറിയ ഒന്നായിരിക്കാം ഗിദെയോനെ, എന്റെ കുടുംബത്തിൽ ഞാൻ ചെറിയവനും എളിയവനുമായിരിക്കാം ഗിദെയോനെ, പക്ഷെ എനിക്ക് നിന്നെ കൊണ്ട് കാര്യം ചെയ്യുന്നതാ ഇഷ്ടം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തോ എനിക്കറിഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര ദൈവപ്രവൃത്തി ഇതിനകത്ത് നടക്കുക. എന്തോ ചില പുതുവഴികളും വാതിലുകളും ഒക്കെ ഇതിനകത്ത് ദൈവം തുറക്കുക. ഈ ഒരു സന്ദേശത്തോടെ രാജ്യങ്ങളുടെ മണ്ഡലങ്ങൾ തുറന്നു വരുന്നൊരു സമയം, ഇരുട്ടിന്റെ കോട്ടകൾ ഇടിയുന്നൊരു സമയം. ആമേൻ, ആമേൻ, ആമേൻ. യുഗങ്ങൾക്ക് മുമ്പേ കെട്ടിയ കെട്ടുകൾ പോലും ഈ ദൈവ ശബ്ദത്തിങ്കൽ ഇടിഞ്ഞ് അഴിഞ്ഞ് തകരുന്നൊരു സമയം. എല്ലാ പാരമ്പര്യ കെട്ടുകളും അഴിയട്ടെ, പാരമ്പര്യ ബന്ധനങ്ങൾ പൊട്ടിമാറട്ടെ, എല്ലാ മാനസിക വെല്ലുവിളികളും break in Jesus name. In the powerful name of Jesus. ഏതോ ഭയങ്കര ദൈവശക്തി ഇതിനകത്ത് ഒഴുകി തുടങ്ങുന്നു. ഭയങ്കര ദൈവശക്തി ഇതിനകത്ത് ഒഴുകി തുടങ്ങുന്നു. ഒരു ഭയങ്കര ദൈവശക്തി. Come on, ഏറ്റെടുക്കുക. ഇന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസം. ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു പുതുബലം നൽകുന്ന ദിവസം. ആരോ പറയുന്നു എനിക്ക് ദൈവവിളിയുണ്ടെന്ന് പറയല് മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ല. പക്ഷെ നിന്റെ സീസൺ വരുക, നിന്റെ ഒരു ടൈം തുറക്കുക. പ്രാർത്ഥിക്ക. ചില ദൈവമക്കളുടെ മേൽ നിയോഗങ്ങൾ വന്ന് വീഴുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേലൊക്കെ ശക്തി പുതുക്കപ്പെടുന്നുണ്ട്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. യെസ്, റിസീവ് ഇറ്റ് ബൈ യുവർ ഫെയ്ത്ത്. വ്യക്തിപരമായി അത് സ്വീകരിക്കുക. ചോദിക്കുക, ഡയറക്റ്റായി ദൈവത്തോട് ചോദിക്കുക. നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ദൈവത്തോട് ഡയറക്റ്റായി ചോദിക്കുക. അതിനുള്ളൊരു ബലം നിന്നെ ദൈവം കണ്ടതാ ഗിദെയോനെ, നിന്നെ ദൈവം കുടുംബത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതാ ഗിദെയോനെ. നീ മനശ്ശെ ഗോത്രത്തിൽ ഏറ്റവും വലിയവനാണോ എന്ന് നോക്കിയിട്ടല്ല, നീ ഏറ്റവും എളിയവനും ചെറിയവനുമാണെന്ന് അറിഞ്ഞ് ദൈവം അത് കൺഫേം ചെയ്യുകയാണ്, നിന്നോട് കൺഫേം ചെയ്യുകയാണ്. യു ആർ മൈൻ, നീ എന്റേതാണ് കൺഫേം ചെയ്യുകയാണ്. നിങ്ങളെ ദൈവം കുടുംബത്തിൽ ഉപയോഗിക്കാൻ പോകുക. നിങ്ങളുടെ കുടുംബത്തിൽ വ്യത്യസ്തനായ ഒരു വ്യക്തിയാക്കി ദൈവം നിങ്ങളെ മാറ്റാൻ പോകുക. നിങ്ങളുടെ തൊഴിലിടത്തിൽ, നിങ്ങളുടെ പാർപ്പിടത്തിൽ ദൈവം നിങ്ങളെ വ്യത്യസ്തനായ, നിങ്ങളുടെ ശുശ്രൂഷ മേഖലയിൽ വ്യത്യസ്തനായ ഒരു മനുഷ്യനായി, ദൈവമുള്ളൊരു മനുഷ്യനായി കർത്താവ് നിങ്ങളെ മാറ്റാൻ പോകുന്നു. Come on, receive it. Oh Jesus. Oh Ramanagashiyande Ramanashandal. In the name of Jesus. കർത്താവേ, ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഈ പ്രിയപ്പെട്ടവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിശക്തമാകുന്ന ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് അവിടുന്ന് പകരുവാൻ മനസ്സായല്ലോ. പിതാവേ, ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ജീവിതം ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇവരുടെ ഓരോ ആവശ്യങ്ങളുടെ മേലും കർത്താവിൻ്റെ കരമിരിക്കട്ടെ. ഒരു ഗിദെയോനെ പോലെ കവർച്ചയെ ജയിക്കാൻ, നന്മകളെ തടയുന്നതിനെ ജയിക്കാൻ, അവകാശങ്ങളെ പിടിച്ചെടുക്കാൻ,
ഇന്നു മുതൽ ഇവരെ കർത്താവ് ഉപയോഗിക്കണമേ. ഇന്നു മുതൽ ഇവരെ കർത്താവ് ഉപയോഗിക്കണമേ. ഇവരെ ഞാൻ അവിടുത്തെ കൈകളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതകരമാകുന്ന ദൈവകരം കൊണ്ട് ഇവരെ പൊതിയണമേ, ഇവരെ പൊതിയണമേ, ഇവരെ പൊതിയണമേ, ഇവരെ പൊതിയണമേ, ഇവരെ പൊതിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും മാനവും അങ്ങേക്ക്, എല്ലാ മഹത്വവും മാനവും അങ്ങേക്ക്. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.